നമസ്കാരം. ചരിത്ര ഗവേഷണം, പിന്നെ സർവൈവൽ സ്റ്റോറീസ്, അതിജീവനത്തിന്റെ കഥകൾ, ഇതൊക്കെ അതിമനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ് ജൂലിയൻ സാങ്ടൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് നെപ്റ്റ്യൂൺസ് ഫോർച്യൂൺ. 2026 ജനുവരി 27 പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിധി എന്നറിയപ്പെടുന്ന സാൻ ഹൊസെ എന്ന സ്പാനിഷ് ഗാലിയനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതായത് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു നിധിവേട്ടയെക്കുറിച്ച് വിശദമായിട്ട് വിവരിക്കുന്ന ഒരു ബുക്കാണ് അത്. എന്നാൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു ബുക്ക് എഴുതുന്നതിന് ഈ ജൂലിയൻ സാങ്ടന് മുന്നിൽ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാന പ്രശ്നം റോജർ ഡൂലി എന്നു പേരുള്ള ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു. സാൻ ഹൊസെ എന്ന കപ്പലുമായി ബന്ധപ്പെട്ട പ്രധാന രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് അയാൾക്കാണ്. അയാളാണ് കടലിൻ്റെ അടിയിൽ നിന്നും ആ നിധി കണ്ടെത്തിയത്. എന്നാൽ ഈ റോജർ ഡൂലി എന്ന പേര് ജൂലിയൻ സാങ്ടൺ എന്ന് പറഞ്ഞ ഈ എഴുത്തുകാരൻ ആദ്യമായിട്ട് കേൾക്കുന്നത് റോജർ ഡൂലിയുടെ ശത്രുക്കളിൽ നിന്നായിരുന്നു. ഡൂലി ഒരു കുറ്റവാളിയാണ് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. എന്നാൽ കുറ്റത്തിന്റെ സ്വഭാവം എന്താണെന്ന് ആർക്കും വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. സ്വയം ഒരു മാരിടൈം ആർക്കിയോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡൂലി യഥാർത്ഥത്തിൽ അത്യാഗ്രഹിയായിട്ടുള്ള ഒരു നിധിവേട്ടക്കാരനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ ഉറപ്പിച്ചു പറഞ്ഞത്. ചിലർ അദ്ദേഹം ശവക്കല്ലറയിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായിട്ട് ശവം മോഷ്ടിക്കുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ ശ്രമിച്ചു. മറ്റ് ചിലരാകട്ടെ അദ്ദേഹം മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തുകാരനോ ഒക്കെ ആകാം എന്നുവരെയും പറഞ്ഞു വെച്ചു. റോജർ ഡൂലി എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പോലും അല്ല എന്നൊക്കെയാണ് ചിലർ പറഞ്ഞു പരത്തിയത്. മറ്റൊരാൾ പറഞ്ഞത് അയാൾ കണ്ടെത്തിയ നിധിയുടെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് മോഷ്ടിച്ച കള്ളനാണ് റോജർ ഡൂലി എന്നാണ്. ചുരുക്കത്തില് ഭ്രാന്തൻ, വഞ്ചകൻ, തട്ടിപ്പുകാരൻ എന്നിങ്ങനെ പല വിശേഷണങ്ങളും ഈ ഡൂലിക്ക് ചാർത്ത് കിട്ടി. സത്യത്തിലെ കടലിന്റെ അടിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണവും വെള്ളിയും കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പുകാരന്റെ കഥ ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുതന്നെയാവാം എഴുത്തുകാരൻ ജൂലിയൻ സാങ്ടന് റോജർ ഡൂലിയെ നേരിട്ട് കാണണമെന്ന് തോന്നാനുള്ള പ്രധാന കാരണവും. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ കപ്പൽ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ അവകാശത്തിനായിട്ട് ഡൂലിയുമായിട്ട് മത്സരിക്കുന്നവരാണ് ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്ന കാര്യമാണ് ജൂലിയൻ സാങ്ടൺ പ്രത്യേകം ശ്രദ്ധിച്ചത്. മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് കൊളംബിയൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ച ആ കപ്പൽ ഛേദം സ്പെയിൻ, കൊളംബിയ, പിന്നെ ചില വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർണവും വെള്ളിയും കവർന്നെടുക്കപ്പെട്ട നേറ്റീവ് അമേരിക്കൻസ്, ഇവർക്കൊക്കെ ഇടയിലുള്ള വലിയൊരു നിയമയുദ്ധത്തിന് വരെയും കാരണമാകുകയും ചെയ്തു. സത്യത്തില് പലരും അവകാശ തർക്കം ഉന്നയിക്കുന്ന ഈ നിധി കണ്ടെത്തിയ ആളാണ് ഇവര് ഇപ്പോൾ വിമർശിക്കുന്ന റോജർ ഡൂലി. പക്ഷെ പ്രശ്നം അതായിരുന്നില്ല. താൻ അതെങ്ങനെ കണ്ടെത്തി എന്ന് ഡൂലി ഒരിക്കലും ആരോടും പറഞ്ഞിരുന്നില്ല. ഇത്തരം നിധിവേട്ടക്കാരുടെ അത് കണ്ടെത്തുന്നവരുടെ പൊതു സ്വഭാവമാണ് ഇത്. എന്നാൽ ഇത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും ഒക്കെ മറുപടിയായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞതുമില്ല. സത്യത്തില് ഡൂലിയെ കണ്ടെത്തുക ഏതാണ്ട് അസാധ്യമായിരുന്നു. ഒരു പ്രേതത്തെ പോലെ അദ്ദേഹം മറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ആ സമയം ഉണ്ടായിരുന്നതേയില്ല. ലിസ്റ്റ് ചെയ്ത ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ആരും ഫോൺ എടുക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഈ ഡൂലിക്ക് ഏതെങ്കിലും അക്കാദമിക് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് യാതൊരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള വിവരങ്ങൾ കൈമാറാനായിട്ട് അവർ തയ്യാറായില്ല. മാസങ്ങളോളം അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ച നമ്മുടെ ഈ എഴുത്തുകാരൻ ജൂലിയൻ സാങ്ടൺ ഒടുവിൽ ആ ശ്രമം തന്നെ ഉപേക്ഷിച്ചു. ഇനി ബുക്ക് എഴുതണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയത്. അങ്ങനെ ഇരിക്കെ ഒരു പ്രഭാതത്തില് 305 എന്ന ഏരിയ കോഡിലുള്ള അപരിചിതമായിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് ജൂലിയൻ സാങ്ടന് ഒരു കോൾ വന്നു. അത് ഫ്ലോറിഡയിലെ മയാമിൽ നിന്നായിരുന്നു. ഹലോ. ജൂലിയൻ സാങ്ടൺ ഫോൺ എടുത്ത് സംസാരിച്ചു. ഉടനെ മറുതലക്കിൽ നിന്നും പ്രായമേറിയ പരുക്കൻ ശബ്ദത്തിൽ ഒരു മറുപടി വന്നു. ഇത് റോജർ ഡൂലിയാണ്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. നിധി കിട്ടുക എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. കാരണം ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അത് നമ്മെ സഹായിച്ചേക്കാം. അതുകൊണ്ടാവാം എപ്പോഴെങ്കിലും പറമ്പ് കിളയ്ക്കുമ്പോഴോ നിലത്ത് തിളക്കം കാണുമ്പോഴോ അത് നിധിയായിരിക്കണമേ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. പണ്ടെങ്ങോ അലക്കി വെച്ച പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ നോട്ട് കിട്ടുന്നതിനേക്കാൾ എത്രയോ ആവേശമായിരിക്കും ഒരു നിധി കിട്ടിയാലും. പക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് നമുക്കറിയാം. പെട്ടെന്നൊരു ദിവസം ഒരാൾക്കും സാമ്പത്തികപരമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് ദീർഘകാലത്തെ സാമ്പത്തിക അച്ചടക്കമാണ് ആവശ്യമുള്ളത്. നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന്റെ 10% വളരുന്ന രീതിയിൽ നിക്ഷേപിക്കുവാൻ തയ്യാറാവണം. അത് 20%, 25%, 30% ഒക്കെ ആയി കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതാണ്. എന്നാൽ തുടക്കക്കാർക്ക് നല്ല റിട്ടേൺ സാധ്യതയുള്ള ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കാനായിട്ട് ചിലപ്പോൾ ഭയമുണ്ടാവാം.
അങ്ങനെയുള്ളവർക്ക് നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഫെബ്രുവരി 15 വരെ ബജാജ് ലൈഫിന്റെ BSE 500 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ആക്റ്റീവ് ആയിരിക്കും. ഈ സമയത്തിനുള്ളിൽ നമുക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ മലയാളത്തിൽ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ഇനി അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട്. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നിക്ഷേപിച്ച പണം താഴേക്ക് പോകില്ല എന്നുള്ള ഉറപ്പും ഉണ്ടാവും. മാർക്കറ്റ് ഉയരുന്നതിനനുസരിച്ച് റിട്ടേണും കിട്ടും. സ്വർണം വലിയ രീതിയിൽ വില ഉയർന്ന കാര്യം നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ 5-6 വർഷത്തെ സ്വർണത്തിന്റെ CAGR 13-14% ബാങ്കിലെ 5-6% ഒക്കെയാണ്. അതേസമയം ഈ NFOയുടെ ഇൻഡെക്സ് റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളായിട്ട് ഓരോ വർഷവും ശരാശരി 26.2%, 21.2% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇന്ത്യയിലെ 500 കമ്പനികളിൽ നിന്ന് ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ശക്തമായി നിലനിൽക്കുന്ന 50ഓളം ക്വാളിറ്റി കമ്പനികളിലേക്കാവും പോകുന്നത്. ഇവിടെ NAV 10 രൂപയാണ്. 2000 രൂപ മുതൽ എത്ര വലിയ എമൗണ്ട് വേണമെങ്കിലും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാവില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത കിട്ടാനുള്ള സാധ്യത ഇവിടെ നോക്കിയാൽ കാണാം. അതായത് കുറച്ച് ക്യാഷ് മാറ്റിവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫെബ്രുവരി 15 NFO ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 10 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇൻവെസ്റ്റ് ചെയ്യുവാനും സാധിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അങ്ങനെ ഇരിക്കെ ഒരു പ്രഭാതത്തിൽ 305 എന്ന ഏരിയ കോഡിലുള്ള അപരിചിതമായിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് ജൂലിയൻ സാങ്ടന് ഒരു ഫോൺ കോൾ വന്നു. അത് ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നായിരുന്നു. ഹലോ. ജൂലിയൻ സാങ്ടൺ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങി. ഉടനെ മറുതലക്കിൽ നിന്നും പ്രായമേറിയ പരുക്കൻ ശബ്ദത്തിൽ മറുപടി വന്നു. ഇത് റോജർ ഡൂലിയാണ്. അവസാനം താൻ തേടി നടക്കുന്ന ആള് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഡൂലിയെക്കുറിച്ച് കേട്ട വിചിത്രമായ കഥകൾ കാരണം അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് നമ്മുടെ ഈ എഴുത്തുകാരൻ ജൂലിയൻ സാങ്ടന് സംശയമുണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. 1944 ന്യൂജേഴ്സിയിൽ ജനിച്ച ഡൂലി കൗമാര പ്രായത്തിൽ തന്നെ ക്യൂബയിലേക്ക് കുടിയേറിയ ആളാണ്. കനത്ത ഉച്ചാരണത്തിലും വേഗത്തിലും ഇടറുന്ന ഇംഗ്ലീഷിലൊക്കെയായിരുന്നു സംഭാഷണം. കൂട്ടത്തില് ക്യൂബൻ ശൈലിയിൽ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ടുള്ള സംസാരം. ആദ്യമൊക്കെ കുറച്ച് വാക്കുകൾ മാത്രമേ ജൂലിയൻ സാങ്ടന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഈ റോജർ ഡൂലിയുടെ സംസാരത്തിലെ വിചിത്രമായിട്ടുള്ള ശീലങ്ങളും ആശയക്കുഴപ്പം ഉണ്ടാക്കി. കഥയിൽ ആര് സംസാരിച്ചാലും അതിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും വിവരിക്കുന്നത്. പല വാചകങ്ങളും പാതി വഴിയിൽ നിർത്തിക്കളയും. ആളുകളുടെ പേര് പറയുന്നതിന് പകരം നിങ്ങൾ സംസാരിച്ച ആള് അല്ലെങ്കിൽ ആ സ്പാനിഷുകാരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. തീയതികളോ കണക്കുകളോ പറയുമ്പോൾ അദ്ദേഹം പല ഓപ്ഷൻസ് നൽകും. അതായത് കൃത്യമായി തീയതിയോ കണക്കോ പറയില്ല. സത്യം മറച്ചു വെക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ ഇത് എന്നായിരുന്നു ജൂലിയൻ സാങ്ടണിന്റെ സംശയം. ചുരുക്കത്തില് തന്റെ പുസ്തകത്തിനായിട്ട് യഥാർത്ഥ കഥ ഒരിക്കലും കണ്ടെത്തുവാൻ കഴിയില്ല എന്ന് തന്നെ ഈ സാങ്ടൺ കരുതി. പുസ്തകവുമായി ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിധി കണ്ടെത്തിയ ആളില്ലാതെ എന്ത് ട്രഷർ ഹണ്ടിങ്ങാണ് താൻ ഇനി എഴുതുവാൻ പോകുന്നത്? അങ്ങനെ സാൻ ഹൊസെ എന്ന കപ്പലിന്റെ യഥാർത്ഥ കഥ ഒരിക്കലും അറിയുവാൻ കഴിയില്ല എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് മാസങ്ങൾക്ക് ശേഷം ഈ റോജർ ഡൂലിയിൽ നിന്ന് ജൂലിയൻ സാങ്ടന് ഒരു ഇമെയിൽ ലഭിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കപ്പൽ ഛേദങ്ങളിൽ ഒന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തി എന്ന് കൃത്യമായി അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം താമസിക്കാനായിട്ട് പ്ലാൻ ചെയ്യൂ. ഇതായിരുന്നു ഇമെയിലിന്റെ ഉള്ളടക്കം. അങ്ങനെ പിന്നീട് കുറേയേറെ വർഷങ്ങൾ നീണ്ടു നിന്ന 100 കണക്കിന് മണിക്കൂറുകൾ നീണ്ട അഭിമുഖങ്ങളിലൂടെ ഡൂലി തന്റെ അവിശ്വസനീയമായിട്ടുള്ള ആ നിധിവേട്ട ജൂലിയൻ സാങ്ടന് മുന്നിൽ വെളിപ്പെടുത്തി. അതാണ് നമ്മളിനി കേൾക്കുവാനായിട്ടും കാണുവാനായിട്ടും പോകുന്നത്. ഡൂലിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ആ അന്വേഷണം ആരംഭിക്കുന്നത് 1984 ജൂലൈയിലെ ചൂടുള്ള ഒരു ദിവസം സ്പെയിനിലെ സെവിയ നഗരത്തിൽ വെച്ചാണ്. 39-കാരനായിട്ടുള്ള റോജർ ഡൂലി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ നഗരത്തിലൂടെ ഒന്ന് നടന്നു. ആ പ്രഭാത സവാരി അദ്ദേഹം ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കടകൾ തുറന്നിട്ടില്ല, വിനോദസഞ്ചാരികൾ ഉണർന്നിട്ടില്ല, സൂര്യൻ തെരുവുകളെ ചുട്ടുപൊള്ളിക്കാനായിട്ട് തുടങ്ങിയിട്ടുമില്ല. തൻ്റെ കയ്യിലുള്ള ആ പഴയ വാച്ചിലേക്ക് അദ്ദേഹം ഒന്ന് നോക്കി. സാധാരണ കുളിക്കുമ്പോഴോ കടലിൽ മുങ്ങുമ്പോഴോ പോലും അദ്ദേഹം അത് അഴിച്ചു വെക്കാറില്ല. സമയം കളയാനില്ല. ആർക്കൈവ്സിന്റെ വാതിലുകൾ ഉടൻ തുറക്കും. ഉയരമുള്ള മെലിഞ്ഞ ശരീരവും കുഴിഞ്ഞ കണ്ണുകളും
ഒരു കോൺക്വിസ്റ്റഡോർ ശൈലിയിലുള്ള താടിയൊക്കെയുള്ള ഡൂലിയെ കണ്ടാൽ സാക്ഷാൽ മഗലൻ അവതരിച്ചതുപോലെയാണ് ആളുകൾക്ക് തോന്നുക. സെബിയ നഗരത്തിലെ മധ്യകാലഘട്ടങ്ങളിലെ വഴികളിലൂടെ നടന്ന് അദ്ദേഹം ഒരു കത്രിഡലിന്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. ശേഷം കുതിരച്ചാണകം നിറഞ്ഞ വഴികൾ പിന്നിട്ട് പനകൾക്കിടയിലൂടെ ജനറൽ ആർക്കൈവ് ഓഫ് ദി ഇൻഡീസ് എന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. 17-ാം നൂറ്റാണ്ടിലെ പ്രൗഢമായ ആ കെട്ടിടം സ്പാനിഷ് ചരിത്രരേഖകളുടെ ഒരു പർദീസയായിരുന്നു. കൊളംബസിന്റെ കാലം മുതലുള്ള 60 ദശലക്ഷത്തിലധികം രേഖകൾ ഇവിടെയുണ്ട്. ഓരോ അധിനിവേശവും പുതിയ ലോകത്ത് നിന്ന് കവർന്നെടുക്കുന്ന ഓരോ ഔൺസ് സ്വർണവും വെള്ളിയും, അറ്റ്ലാന്റിക് കടന്ന ഓരോ കപ്പലും, തിരികെ എത്തിയതും തിരികെ എത്താത്തതും ഓരോന്നും ഇവിടെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാര സദസ്യമായിട്ടുള്ള ആ കെട്ടിടത്തിലേക്ക് ഡൂലി സാവധാനം പ്രവേശിച്ചു. മാർബിൾ തറയിൽ അദ്ദേഹത്തിന്റെ കാലടികൾ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ഗാർഡിനെ അദ്ദേഹം താൻ ഗവേഷകനാണ് എന്ന് കാണിക്കുന്ന ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ന്യൂജേഴ്സിയിൽ റോജർ എഡ്വേർഡ് ഡൂലി എന്ന പേരിലാണ് ഇദ്ദേഹം ജനിച്ചതെങ്കിലും ഇന്ന് ഡൂലി താമസിക്കുന്ന ക്യൂബയിൽ അയാൾ അറിയപ്പെടുന്ന റോഹർ മോണ്ടന്യസ് കബയ്യറോ എന്ന പേരായിരുന്നു ആ രേഖകളിൽ ഉണ്ടായിരുന്നത്. സത്യത്തില് തന്റെ സ്വകാര്യ ആവശ്യത്തിനല്ല, മറിച്ച് ക്യൂബൻ സർക്കാരിന്റെ ആവശ്യപ്രകാരമായിട്ടാണ് ഡൂലി സ്പെയിനിലെ സെബിയയിൽ എത്തിയത്. കരിസൂബ് എന്ന ക്യൂബൻ സർക്കാർ സ്ഥാപനത്തിന്റെ ചീഫ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം. പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഈ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം ക്യൂബയുടെ തീരങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് തകർന്നൊഴിഞ്ഞു കിടക്കുന്ന കപ്പലുകൾ കണ്ടെത്തിയിട്ട് അവയിലെ സമ്പത്ത് വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ ആ കപ്പലുകളിൽ ഒന്നുപോലും ക്യൂബയുടെ അല്ലാതിരുന്നുകൊണ്ട് തന്നെ നിധി വീണ്ടെടുക്കുന്നതിനുള്ള ഈ ഒരു ഊന്നല് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരങ്ങളെ വെല്ലുവിളിക്കുന്നതും കടൽ കൊള്ളയ്ക്ക് തുല്യവുമാണെന്ന് പലരും കരുതി. ഡൂലിക്കും ഇതിൽ വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ക്യൂബയിൽ തന്റെ 2 പെൺമക്കളെ വളർത്തുന്ന അദ്ദേഹത്തിന് മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ രാജ്യത്തിന്റെ തീരത്ത് മുങ്ങിക്കിടക്കുന്ന സകല നിധികളും സ്വന്തമാക്കുവാനായിട്ട് കാസ്ട്രോ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം കപ്പൽ ഛേദങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഡ്യൂലിക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. 1983 കരിസൂബ് എന്ന സ്ഥാപനത്തിൽ ചേർന്നപ്പോൾ തന്നെ ഈ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഹവാനയുടെ കിഴക്ക് ഗ്വന്നാബോ ബീച്ചിന് സമീപം മുങ്ങിയത് എന്ന് കരുതപ്പെടുന്ന ഒരു നിധിക്കപ്പൽ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഡൂലി തന്റെ സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. കൊളോണിയൽ കാലഘട്ടങ്ങളിലെ സ്പാനിഷ് കപ്പലുകൾ തകർന്ന സ്ഥലം കണ്ടെത്താനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന്, മാഗ്നറ്റോമീറ്ററോ സൊണാറോ ഒക്കെ ഉപയോഗിച്ചിട്ട് കടലിൽ തിരയുക. 2, സ്പെയിനിലെ സെവിയയിലെ ജനറൽ ആർക്കൈവ് ഓഫ് ഇൻഡീസിൽ ഗവേഷണം നടത്തുക. പ്രാക്ടിക്കലി 2ാമത്തെ വഴിയാണ് കൂടുതൽ എളുപ്പം. എന്നാൽ അലങ്കോലമായിട്ട് കിടക്കുന്ന ആർക്കൈവ്സിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നത് കടലിൽ നിന്നും നിധി കണ്ടെത്തുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. 1700-കൾക്ക് ശേഷം ഈ രേഖകൾ നല്ല രീതിയിൽ കാറ്റഗറീസ് ചെയ്തിട്ട് തിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. മാത്രവുമല്ല, ഇവിടെ കപ്പൽ അപകടങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക വിഭാഗവുമില്ല. ഡൂലിയുടെ അഭിപ്രായത്തിൽ 20 വർഷം അവിടെ ചെലവഴിച്ചാലും നമ്മൾ തിരയുന്നത് കിട്ടണമെന്ന് നിർബന്ധമില്ല. സാധാരണ ബുദ്ധിജീവികൾ മാത്രം കയറി ഇറങ്ങിയിരുന്ന ഈ ആർക്കൈവ്സിലേക്ക് ഈയിടെയായിട്ട് അമേരിക്കൻ നിധിവേട്ടക്കാരും അവരുടെ സ്പാനിഷ് ഗവേഷകരും കടന്നു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിധിവേട്ടകൾ കൂടുതൽ വ്യാപകമായി എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ 2 കൂട്ടരിലും ഡൂലി പൂർണ്ണമായിട്ടും ഉൾപ്പെട്ടിട്ടില്ല. വിലപിടിപ്പുള്ള ഒരു കപ്പൽ കണ്ടെത്താനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിലും അതിൽ നിന്നും എന്തെങ്കിലും സ്വർണ്ണപ്പെട്ടികൾ കണ്ടെത്തിയാലും അദ്ദേഹത്തിനൊന്നും ലഭിക്കില്ല. എല്ലാം കരിസൂബിനും ഒടുവിൽ സർക്കാർ ഖജനാവിലേക്കും പോകും. എന്നാൽ ഡൂലി സ്വപ്നം കണ്ടത് മറ്റൊന്നാണ്. 3 നൂറ്റാണ്ടുകളോളം സമുദ്രങ്ങൾ താണ്ടി മനുഷ്യരെയും ചരക്കുകളെയും ഏഷ്യയിലേക്കും പുതിയ ലോകത്തേക്കും എത്തിക്കുകയും അളവറ്റ സമ്പത്ത് യൂറോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്ത യുദ്ധക്കപ്പലുകൾ മുങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഇത്തരത്തിലെ അളവറ്റ ധനവുമായിട്ട് സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ട് കരീബിയൻ കടലിൽ മുങ്ങിപ്പോയി എന്ന് കരുതപ്പെടുന്ന കപ്പലുകളിൽ 3 മാത്രമാണ് ഇതുവരെയും കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതെല്ലാം ശരിയായിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിധിവേട്ടക്കാർ സകലതും കൊള്ളയടിച്ചിരുന്നു. സ്പാനിഷ് ഗാലിയനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ശാസ്ത്രീയ പഠനം നടത്താൻ കഴിഞ്ഞാൽ അത് ലോക ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു അധ്യായം പൂരിപ്പിക്കാനായിട്ട് സഹായിക്കും. അതിലുപരി അത് ഈ റോജർ ഡൂലിയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഡൂലിയുടെ കാര്യത്തിൽ അത് സ്വർണത്തെക്കാളും വിലയുള്ള ഒന്നാണ്. ഇതെല്ലാം വിചാരിച്ചുകൊണ്ടാണ് ആർക്കൈവ്സിന്റെ 2ാം നിലയിലേക്ക് ഡൂലി നടന്നു കയറിയത്. ശേഷം ആർക്കൈവിസ്റ്റിനോട് തനിക്ക് വേണ്ടുന്ന ഒരു ഫയൽ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഒരു കസേരയിൽ ചാരിയിരുന്നു. വർഷങ്ങളായിട്ട് ഈ ആർക്കൈവ്സിന്റെ അലങ്കോലമായിട്ടുള്ള രീതികൾ അദ്ദേഹത്തിന് പരിചിതമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ ഉദ്യോഗസ്ഥരുടെ അവ്യക്തമായിട്ടുള്ള കൈരേഖകൾ, പഴയ അക്ഷരവിന്യാസങ്ങൾ, ഇതൊക്കെ വായിക്കാനായിട്ട് അദ്ദേഹം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാജാവിന്റെ എഴുത്തുകാരന്റെ കൈയക്ഷരം എപ്പോഴും മനോഹരവും കൃത്യവുമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സത്യത്തിൽ മിക്കവരും മദ്യപിച്ച ഡോക്ടർമാർ കുറിപ്പടി എഴുതുന്നത് പോലെയാണ് എഴുതിയിരുന്നത് എന്നാണ് റോജർ ഡൂലി പറയുന്നത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹം തുടങ്ങിയ ഒരു ഗവേഷണം, അതിൽ നിന്ന് താൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഗാലിയൻ, ആ കപ്പല്, സ്പാനിഷ് കപ്പല്, ഒരു കെട്ടുകഥയല്ല എന്ന് ഡൂലിക്ക് മനസ്സിലായി. അതിന്റെ പേര് ന്യൂവസ്ട്ര സെന്യോറ ഡെ ലാസ് മെർസഡസ് എന്നായിരുന്നു. നമുക്ക് തൽക്കാലം മെർസഡസ് എന്ന് വിളിക്കാം.
കാരുണ്യത്തിന്റെ മാതാവ് എന്ന് അർത്ഥം വരുന്ന ആ കപ്പലിന്റെ പക്ഷേ വിധി കാത്തുവെച്ചത് ഒട്ടും കരുണയില്ലാത്ത ഒരു അന്ത്യമായിരുന്നു. ടിയറ ഫിർമെ അർമാഡ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്പാനിഷ് കപ്പൽ വ്യൂഹത്തിലെ വൈസ് ഫ്ലാഗ്ഷിപ്പ്, രണ്ടാമത്തെ ഫ്ലാഗ്ഷിപ്പായിരുന്നു അത്. 1698 മാർച്ച് 13 ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയിൽ വെള്ളി നിറച്ച മേഴ്സിഡസ് ഹവാനയുടെ കിഴക്കുള്ള ഒരു പാറക്കെട്ടിലിടിച്ച് മുങ്ങിപ്പോയി. മേഴ്സിഡസിന്റെ തകർച്ചയെക്കുറിച്ചും തുടർന്നുള്ള അന്വേഷണങ്ങളെക്കുറിച്ചുമുള്ള രേഖകൾ ആർക്കൈവ്സിൽ ഉണ്ടായിരുന്നു. ഈ ചരിത്രരേഖകൾ ഡൂലിക്ക് ആ സംഭവത്തിന്റെ ബാക്കി കഥ പറഞ്ഞു കൊടുത്തു. യാത്രക്കാരും ജോലിക്കാരും സുരക്ഷിതമായിട്ട് കരയിലെത്തിയെന്നും കപ്പലിലെ നിധിയുടെ ഭൂരിഭാഗവും വർഷങ്ങളെടുത്ത് വീണ്ടെടുത്തു എന്നും കടൽ കൊള്ളക്കാർ ഇത് വീണ്ടും കൊള്ളയടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ ആ തകർന്നു കിടക്കുന്ന കപ്പലിന്റെ വെള്ളത്തിന്റെ മുകളിലുള്ള ഭാഗം ബോധപൂർവം കത്തിച്ചു എന്നും ഒക്കെ അദ്ദേഹത്തിന് ഈ രേഖകളിൽ നിന്നും മനസ്സിലായി. ഇതിൽ നിന്നും കപ്പലിൽ ഇനിയും അവശേഷിക്കുന്ന വെള്ളി വളരെ കുറവാണ് എന്ന് ഡൂലിക്ക് പിടികിട്ടി. എങ്കിലും കപ്പലിനെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഇതേ സമയം കട്ടിയുള്ളൊരു ഫയല് ആർക്കൈവിസ്റ്റ് അദ്ദേഹത്തിന് കൈമാറി. ക്രിസ്തുമസ് സമ്മാനം പോലെ കെട്ടിവെച്ചിരുന്ന ആ ഫയലിന്റെ കെട്ട് ഡൂലി സാവധാനം അഴിച്ചു. കട്ടിയുള്ള പുറംചട്ട തുറന്നതോടെ അദ്ദേഹം 1700കളുടെ തുടക്കത്തിലേക്ക് യാത്രയായി. സത്യത്തിൽ സെവിയയിലെ ഉഷ്ണം സഹിക്കാൻ വയ്യാത്തതായിരുന്നു. വിരസമായിട്ടുള്ള കൊളോണിയൽ കാര്യങ്ങൾ, പള്ളിരേഖകൾ, കണക്കുകൾ, നിയമതർക്കങ്ങൾ, പരാതികൾ വായിച്ച് റോജർ ഡൂലി അവിടെ മണിക്കൂറുകൾ ചിലവഴിച്ചു. മനോഹരമല്ലാത്ത ആ പഴയ കൈപ്പടകൾ വായിച്ചെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആയാസപ്പെട്ടു. ഫയലിന്റെ പകുതിയോളം എത്തിയപ്പോൾ തന്നെ വിരസത കാരണം മിക്ക ഗവേഷകരും ഉപേക്ഷിക്കാമായിരുന്ന ആ ഘട്ടത്തിൽ തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പിടി കത്തുകൾ അദ്ദേഹം ആ ഫയലിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി. ആ കത്തുകളെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പുസ്തകം പോലെ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ക്യൂബയുടെ തെക്ക് കിഴക്കൻ തീരത്തുള്ള സാന്റിയാഗോ ദെ ക്യൂബയിൽ നിന്ന് ഹവാനയിലേക്ക് അയച്ച കത്തുകളായിരുന്നു അത്. ഡൂലി അന്വേഷിച്ചിരുന്ന അവസാന വർഷമായിട്ടുള്ള 1708 ആ കത്തുകൾ. മേഴ്സിഡസിനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും അതിലുണ്ടാകില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം അത് വേഗത്തിലാണ് മറിച്ച് നോക്കിയത്. എന്നാൽ വായിക്കും തോറും ചില വാക്കുകൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നെന്ന പോലെ അദ്ദേഹത്തോട് വിളിച്ചു പറയും പോലെ തോന്നി. ഗാലിയൻസ്, യുദ്ധം, ഇംഗ്ലീഷ് പടക്കപ്പലുകൾ, സ്വർണം, വെള്ളി, രാജാവിന്റെ നിധി, എല്ലാവരും മുങ്ങി മരിച്ചു. ഇതൊക്കെ പലതവണ ആ കത്തുകളിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ കത്തുകൾ ഒരു കപ്പൽ ഛേദത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മേഴ്സിഡസ് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്നത്തെ കൊളംബിയയുടെ തീരത്തുള്ള കർത്തഹേന ദെ ഇന്ത്യാസിൽ നിന്ന് ഭയാനകമായിട്ടുള്ള ഒരു ദുരന്തം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ അയച്ച കത്തുകളായിരുന്നു അവ. ഡൂലി ആശയക്കുഴപ്പത്തിലായി. പിന്നെങ്ങനെയാണ് ഈ രേഖകൾ, ഈ ഹവാനയിലെ രേഖകൾ വെച്ചിരിക്കുന്ന ഈ ഫയലിന്റെ ഉള്ളിൽ വന്നത്? വഴി തിരിഞ്ഞു പോകുമെന്ന് അറിഞ്ഞിട്ടും വായന തുടരാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏതൊരു സാഹസിക നോവലിനേക്കാളും നാടകീയമായിരുന്നു ആ കത്തുകൾ പറഞ്ഞ കഥ. കാർത്തഹേനയിലെ ഇംഗ്ലീഷ് ഉപരോധം വെട്ടിച്ച് ഒരു ചെറിയ പായ്ക്കപ്പലിൽ കടത്തിയതാണ് ഈ റിപ്പോർട്ടുകൾ. തന്റെ 3 കപ്പലുകളും രാജാവിന്റെ വലിയൊരു നിധിശേഖരവും നഷ്ടപ്പെട്ട വിവരം സ്പെയിനിലെ ഫിലിപ്പ് അഞ്ചാമനെ അറിയിക്കുവാനായിട്ട് ഒരാള് ഹവാന ഗവർണർക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു ഈ കത്തുകളിൽ ഉണ്ടായിരുന്നത്. നിധിവേട്ടകളുടെ ചരിത്രം വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഡൂലിക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി. ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കപ്പൽ ഛേദമായിട്ടുള്ള ഇതിഹാസ തുല്യമായിട്ടുള്ള സാൻ ഹോസെ എവിടെയാണ് എന്നതിന്റെ നിർണായക സൂചനകളാണ് താൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രേഖകളിൽ ഈ വിവരങ്ങൾ തന്നെയാളെ ഒരു ഫ്രഞ്ചുകാരൻ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അയാളുടെ പേരില്ല. തങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റിയ സ്പാനിഷ് കപ്പലുകൾ തേടി ഇന്നത്തെ കൊളംബിയയുടെ തീരത്ത് പതിയിരുന്ന ഒരു ഇംഗ്ലീഷ് യുദ്ധക്കപ്പലിലെ തടവുകാരനായിരുന്നു ആ ഫ്രഞ്ചുകാരൻ. അയാളുടെ ഇംഗ്ലീഷ് കപ്പൽ നിധിയുമായിട്ട് വരുന്ന സ്പാനിഷ് കപ്പലുകളെ തേടി ആഴ്ചകളായിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ തീരത്ത് നിന്ന് വളരെ അകലെയായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇംഗ്ലീഷ് ഫ്ലീറ്റിൽ 4 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നിലാണ് ആ ഫ്രഞ്ചുകാരൻ തടവിലുണ്ടായിരുന്നത്. എന്നാൽ 1708 മെയ് മാസത്തിന്റെ തുടക്കത്തിൽ അയാളുടെ കപ്പൽ കരയോടടുത്തു. രക്ഷപ്പെടാനുള്ള അവസരം മണത്ത ഫ്രഞ്ചുകാരൻ കപ്പലിന്റെ വശങ്ങളിലേക്ക് കയറി മഗ്ദലീന നദി കരീബിയൻ കടലിൽ ചേരുന്ന അഴിമുഖത്തെ കലങ്ങിയ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അവൻ ചാടിയത് പകലാണോ രാത്രിയാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇംഗ്ലീഷുകാർ അവനെ കണ്ടിരുന്നുവെങ്കിൽ അവൻ ജീവനോടെ കരയിലെത്താതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ അവർ കണ്ടില്ല. ക്ഷീണിപ്പിക്കുന്ന നീന്തലിന്റെ ഒടുവിൽ നനഞ്ഞ വസ്ത്രം ഉണങ്ങാൻ പോലും കാത്തു നിൽക്കാതെ ഈ ഫ്രഞ്ചുകാരൻ ആ തീരത്തൂടെ നടന്ന് കർത്തഹേന ദെ ഇന്ത്യാസ് എന്ന തുറമുഖ നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള കൂറ്റൻ കോട്ടകൾ കണ്ട് അവൻ ഞെട്ടി. കരീബിയയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്പാനിഷ് പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ഈ കാർത്തഹേനയിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് സൂക്ഷിച്ചിരുന്ന സമ്പത്തിനെ സംരക്ഷിക്കുവാനായിട്ട്
രൂപകൽപ്പന ചെയ്തതായിരുന്നു അത്. തെക്കേ അമേരിക്കയിൽ നിന്ന് കൊള്ളയടിച്ച സമ്പത്തിന്റെ ഭൂരിഭാഗവും സ്പെയിനിലേക്ക് പോകുന്ന വഴി ഈ കാർത്തഹേനയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് പോയിരുന്നത്. ആ സമ്പത്ത് കുഴിച്ചെടുക്കുവാനായിട്ട് ആഫ്രിക്കയിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന ആഫ്രിക്കൻ അടിമകളും ലോകത്തിലെ ഏറ്റവും വലിയ അടിമ ചന്തകളിൽ ഒന്നായിരുന്ന ഈ നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഫ്രഞ്ചുകാരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കോട്ടയ്ക്കപ്പുറം നഗരത്തിന്റെ തിരക്കേറിയ തെരുവുകളിലൂടെ വേയിച്ച് നടന്നു. കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഫ്രഞ്ചുകാരൻ കാർട്ടഹേനയിലൂടെ ഇങ്ങനെ വേയിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾ സംശയത്തോടെ അല്ലെങ്കിൽ അതിൽ മോശമായിട്ടൊക്കെ പെരുമാറുമായിരുന്നു. ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള ദീർഘകാല യുദ്ധം അവർക്കിടയിൽ കടുത്ത വെറുപ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് ഫ്രഞ്ച് കടൽ കൊള്ളക്കാനായിട്ടുള്ള ജാങ് ബാപ്റ്റിസ്റ്റ് ഡ്യൂക്കാസിന്റെ നേതൃത്വത്തിലുള്ള പൈറേറ്റ്സ് ഈ നഗരം കൊള്ളയടിക്കുകയും തീയിടുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ കാലം കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും സഖ്യകക്ഷികളായി മാറി. അതോടെ പഴയ പകകൾ മാഞ്ഞുപോയി. കാർട്ടഹേനയിലെ കൊള്ളക്കാരൻ ഡ്യൂക്കാസ് പെട്ടെന്ന് ഒരു നാവിക വീരനായിട്ട് മാറി. ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കുമെതിരെ സ്പെയിനിന്റെ നഗരങ്ങളെയും കപ്പലുകളെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവനാണ് അയാൾ ഇപ്പോഴും. ഇംഗ്ലീഷ് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്രഞ്ചുകാരൻ സ്പാനിഷ് അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിച്ചതും ഇത്തരം ഒരു ഇംഗ്ലീഷ് ഭീഷണിയെക്കുറിച്ചായിരുന്നു. ആളുകൾ അവനെ പിടികൂടി കാർട്ടഹേന ഗവർണർ ജനറൽ ഹൊസെ ഡി സുന്യഗയുടെ മുന്നിൽ എത്തിച്ചു. അവൻ ഗവർണറോട് പറഞ്ഞത് ഇതാണ്: ഈ തീരങ്ങളിൽ 4 ഇംഗ്ലീഷ് കപ്പലുകൾ കറങ്ങുന്നുണ്ട്. അതിൽ 2 എണ്ണത്തിൽ 70 പീരങ്കികൾ വീതമുണ്ട്. അവര് നിധിയുമായിട്ട് വരുന്ന സ്പാനിഷ് കപ്പലുകൾ കൊള്ളയടിക്കുവാനാണ് തക്കം പാർത്തിരിക്കുന്നത്. ഫ്രഞ്ചുകാരന്റെ റിപ്പോർട്ട് കേട്ട് ഗവർണർ സുന്യഗ ഞെട്ടി. ഈ പ്രദേശത്ത് ഇംഗ്ലീഷ് സാന്നിധ്യമുണ്ട് എന്ന് അദ്ദേഹം കേട്ടിരുന്നു, പക്ഷെ ഇത്രയും വ്യക്തമായിരുന്നില്ല. ഇനി അത് വെറും കേട്ടുകേൾവിയായി തള്ളിക്കളയാൻ പറ്റില്ല. ശത്രു കപ്പലുകളുടെ ലക്ഷ്യം വ്യക്തമാണ്. ഡാരിയൻ സ്ട്രെയിറ്റിലുള്ള പോർട്ടോബെലയിൽ നിന്ന് സ്വർണവും വെള്ളിയും നിറച്ച് മടങ്ങുന്ന സ്പാനിഷ് ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. ഏതാണ്ട് 1.5 നൂറ്റാണ്ടായിട്ട് ടിയറ ഫിർമെ അർമഡ എന്ന സ്പാനിഷ് കപ്പൽ വ്യൂഹം ശരാശരി 2 വർഷത്തിലൊരിക്കൽ സ്പെയിനും കരീബിയയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. കടുപ്പമുള്ള നിലം അല്ലെങ്കിൽ പ്രധാന ഭൂവിഭാഗം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. റോജർ ഡൂലി മുമ്പ് അന്വേഷിച്ചിരുന്ന മെഴ്സിഡസ് എന്ന കപ്പല് മുങ്ങുമ്പോൾ ഈ ഒരു ഫ്ലീറ്റിന്റെ ഭാഗമായിരുന്നു. സാധാരണയായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സ്പെയിനിലെ സെവിയ, കാദിസ് അല്ലെങ്കിൽ കാദിസ് എന്നിവിടങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ഈ ഒരു സംഘം പ്രധാനമായും 3 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് പോയിരുന്നത്. ഒന്ന് കൊളംബിയയിലെ കാർട്ടഹേന. ഇവിടെ നിന്നാണ് സ്വർണവും പിന്നെ നല്ല വിലയുള്ള മരതകങ്ങളും മുത്തുകളും ഒക്കെ കപ്പലിൽ കയറ്റിയിരുന്നത്. അടുത്തത് പനാമയിലെ പോർട്ടോബെലോ. പെറുവിലെ ഖനികളിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളിക്കട്ടകൾ ഇവിടെ വെച്ചാണ് കപ്പലുകളിലേക്ക് മാറ്റിയിരുന്നത്. മൂന്നാമത്തത് ക്യൂബയിലെ ഹവാന. ഈ വ്യൂഹത്തിലെ എല്ലാ കപ്പലുകളും ഒരുമിച്ച് കൂടുന്നത് ഇവിടെ വെച്ചായിരുന്നു. 1740 വരെയും ടീറ ഫിർമെ അർമാഡ സ്പെയിനിനും തെക്കേ അമേരിക്കയും ഇടയിൽ ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ടൺ സ്വർണവും വെള്ളിയും ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും സ്പെയിനിലേക്ക് കടത്തിയിരുന്നു. അക്കാലത്ത് തെക്കേ അമേരിക്കയിൽ നിന്ന് കവർന്നെടുക്കുന്ന ഇത്തരം വിലപിടിപ്പുള്ള ലോഹങ്ങളെയാണ് സ്പാനിഷ് രാജാക്കന്മാർ തങ്ങളുടെ സൈന്യത്തിനും കടക്കാർക്കും പണം നൽകുവാനും സാമ്രാജ്യം നിലനിർത്തുവാനും കൊട്ടാരങ്ങളും പള്ളികളും അലങ്കരിക്കുവാനും ആശ്രയിച്ചിരുന്നത്. എന്നാൽ 1708 ആയി കഴിഞ്ഞപ്പോഴേക്കും അവസാനത്തെ നിധിക്കപ്പൽ വന്നിട്ട് 10 വർഷത്തിലധികമായിരുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സ്പെയിനിന്റെ കടം പെരുകുകയും പണപ്പെരുപ്പം കൂടുകയും സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്തതോടെ കപ്പൽ വ്യൂഹ സംവിധാനം തകർച്ചയിലായി. പിന്തുടർച്ചാ അവകാശ യുദ്ധം കാരണം 1706 വരെയും സ്പെയിനിൽ നിന്ന് കപ്പലുകൾ അയക്കാനായിട്ട് വൈകി. അതിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷുകാരുടെ ആക്രമണ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മടക്കയാത്രയും വൈകി. മാഡ്രിഡിൽ ഇപ്പോൾ ഫിലിപ്പ് 5-ാമൻ രാജാവ് 12 വർഷത്തെ നിധിയുമായിട്ട് കപ്പലുകൾ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ആക്രമണകാരികളും ഇതേ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ രാജവാഴ്ചയുടെ നിലനിൽപ്പ് തന്നെ ഈ ഒരു കപ്പൽ വ്യൂഹത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള യാത്രയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഈ കാർട്ടഹേന ഗവർണർ ജനറൽ ഹൊസെ ഡെ സുന്യഗയ്ക്ക് അറിയാമായിരുന്നു. നിധി എങ്ങനെയും സ്പെയിനിൽ എത്തിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ രാജഭരണവും സ്പെയിൻ തന്നെയും തകരും. ഈ അവസരത്തിലാണ് പുറംകടലിൽ ഇംഗ്ലീഷ് പടക്കപ്പലുകൾ ഉണ്ട് എന്നുള്ള വിവരം രക്ഷപ്പെട്ട ഫ്രഞ്ചുകാരന്റെ കയ്യിൽ നിന്നും അറിയുന്നത്. ഫ്രഞ്ചുകാരന്റെ മൊഴിയുടെ പകർപ്പും മറ്റു വിവരങ്ങളും തന്റെ കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. ഉടൻ തന്നെ പോർട്ടോബെലോയിലേക്ക് പോകുന്ന ഒരു ഫ്രഞ്ച് സ്ലൂപ്പിൽ കയറിയിട്ട് സ്പാനിഷ് കപ്പലുകളുടെ ക്യാപ്റ്റൻ ജനറലായ കൗണ്ട് ഓഫ് കാസ അലഗ്രയെ കണ്ടിട്ട് ഈ രേഖകൾ കൈമാറുക. 30-കാരനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ പെട്രോ ഡെ ഫ്യുവന്റസ് അയാളുടെ പടിഞ്ഞാറോട്ടുള്ള യാത്രയ്ക്ക് ദിവസങ്ങളെടുത്തു. ഫ്യുവന്റസ് വിശ്രമിക്കുമ്പോഴേക്കും നാവികര് കൊടിമരത്തിന്റെ മുകളിലെ ക്രോസ് നെസ്റ്റിൽ നിന്നുകൊണ്ട് ചക്രവാളത്തിലേക്ക് നോക്കി ഇംഗ്ലീഷ് കപ്പലുകളെ തിരയുകയായിരുന്നു. യാത്രയുടെ അവസാനത്തില് ഡാരിയൻ ഉൾക്കടലിൽ വെച്ചാണ് അവര് അസാധാരണമായ എന്തോ ഒന്ന് കണ്ടത്. അതാ അങ്ങ് കര പോലെ എന്തോ കാണുന്നു. ഇടത്തുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. തീരം നന്നായി അറിയാമായിരുന്ന ആ സ്ലൂപ്പിന്റെ ക്യാപ്റ്റൻ അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു. ആ അക്ഷാംശത്തില് അങ്ങനെ ഒരു കരയുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. ഒന്നുകൂടി നോക്കൂ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ
അകലെയുള്ള അവ്യക്തമായിട്ടുള്ള രൂപങ്ങൾ എന്താണ് എന്ന് നിരീക്ഷകന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ ഉടൻ തന്നെ മറ്റൊരാളെ മുകളിലേക്ക് അയച്ചു. പക്ഷേ അയാൾക്കും കാര്യങ്ങൾ വ്യക്തമായില്ല. ചിലപ്പോൾ അത് ഭൂപടത്തിൽ ഇല്ലാത്ത ദ്വീപുകളാവാം, അല്ലെങ്കിൽ വിദേശ കപ്പലുകളാവാൻ സാധ്യതയുണ്ട്. ക്യാപ്റ്റൻ ചക്രവാളത്തിലേക്ക് നോക്കി. പരിശോധിക്കാൻ സമയമില്ല. കാർട്ടഹേന ഗവർണർ ജനറൽ ഹൊസെ ഡി സുന്നിഗയുടെ ഉത്തരവ് വ്യക്തമാണ്: സന്ദേശം വൈകിക്കാൻ പാടില്ല. അവര് യാത്ര തുടർന്നു. പക്ഷെ കണ്ടത് ഒരു ഇംഗ്ലീഷ് ഫ്ലീറ്റ് ആണോ എന്ന കാര്യത്തിൽ അവർക്ക് ശരിക്കും സംശയം ഉണ്ടായിരുന്നു. കപ്പല് പോർട്ടോ ബെലോയിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോഴേക്കും നഗരത്തെ സംരക്ഷിക്കുന്ന കോട്ട മതിലുകൾ ഫ്യുവന്റസ് കണ്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പല ആക്രമണങ്ങളുടെയും മുറിപ്പാടുകൾ ആ കോട്ടയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. 1680 ഇംഗ്ലീഷ് കടൽക്കൊള്ളക്കാരൻ ബർത്തലോമിയോ ഷാർപ്പ് ഈ നഗരം ആക്രമിച്ചിരുന്നു. അതിനും 12 വർഷങ്ങൾക്ക് മുമ്പ് കുപ്രസിദ്ധനായിട്ടുള്ള ഹെൻറി മോർഗൻ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ നിന്ന് നഗരം കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കരീബിയൻ കടലിന്റെ ആഴങ്ങളിൽ പോർട്ടോബെലോ തീരത്ത് നിന്ന് അധികം അകലെ അല്ലാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധികളിലൊന്ന് ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അത് സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല, മറിച്ച് ഒരു മനുഷ്യ ശരീരമാണ്. മറ്റാരുമല്ല, സ്പാനിഷ് സാമ്രാജ്യം എൽ ഡ്രേക്ക് അഥവാ ദി ഡ്രാഗൺ എന്ന് ഭയത്തോടെ വിളിച്ചിരുന്ന സാക്ഷാൽ ഫ്രാൻസിസ് ഡ്രേക്ക്. 1596 ജനുവരി 28 അതിസാരം ബാധിച്ചിട്ട് തന്റെ കപ്പലായ ഡിഫൈൻസിന്റെ ക്യാബിനിൽ വെച്ചിട്ട് ഡ്രേക്ക് അന്ത്യശ്വാസം വലിച്ചു. കപ്പൽ അപ്പോൾ ഈ പോർട്ടോബെലോയുടെ തീരങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിച്ചിരുന്നപ്പോൾ സ്പെയിൻകാരുടെ പേടി സ്വപ്നമായിരുന്ന അദ്ദേഹം മരണശേഷവും തന്റെ പ്രൗഢി കൈവിട്ടില്ല. സാധാരണ നാവികരെ അവർ മരിക്കുമ്പോഴേക്കും തുണിയിൽ പൊതിഞ്ഞ് കടലിൽ താഴ്ത്തുകയാണ് പതിവ്. എന്നാൽ ഡ്രേക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പൂർണ്ണമായിട്ടുള്ള യുദ്ധ കവചങ്ങൾ അണിയിക്കപ്പെട്ടു. പടച്ചിട്ടയും വാളും ഹെൽമറ്റും എല്ലാം ധരിച്ച് ഒരു രാജാവിനെ പോലെ അദ്ദേഹത്തെ ഒരു ഈയപ്പെട്ടിയിൽ ലെഡ് ബോക്സിൽ അവർ കിടത്തി. മൃതദേഹം പെട്ടെന്ന് അഴുകാതിരിക്കാനും സമുദ്രത്തിലെ ജീവികൾ ആക്രമിക്കാതിരിക്കാനും ശവപ്പെട്ടി കൃത്യമായിട്ട് കടലിൽ താഴുവാനും വേണ്ടിയിട്ടാണ് ഈയം കൊണ്ടുള്ള ലെഡ് കൊണ്ടുള്ള ശവപ്പെട്ടി ഉപയോഗിച്ചത്. നാവികര് അദ്ദേഹത്തിന് നൽകിയ അന്ത്യയാത്രയും ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം കടലിലേക്ക് താഴ്ത്തുമ്പോഴേക്കും ആദരസൂചകമായി ഇംഗ്ലീഷ് പടക്കപ്പലുകൾ പീരങ്കികൾ മുഴക്കി. ആ വെടിവെച്ചകൾക്കും പുകപടലങ്ങൾക്കും ഇടയിലൂടെ ഈയത്തിന്റെ ഭാരം കൊണ്ട് ആ ശവപ്പെട്ടി പോർട്ടോബെലോയുടെ നീലപ്പരപ്പിനടിയിലേക്ക് സാവധാനം താഴ്ന്നുപോയി. ഇന്ന് 430 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ ശവപ്പെട്ടി കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. നിധി തേടി നടക്കുന്ന പലരും വിശ്വസിക്കുന്നത് ആ കവചത്തിന്റെ ഉള്ളിൽ ഡ്രേക്കിന്റെ അസ്ഥികൂടം ഇപ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്നാണ്. താൻ ആക്രമിക്കാൻ ശ്രമിച്ച, താൻ കീഴടക്കുവാൻ ആഗ്രഹിച്ച അതേ പോർട്ടോബെലോയുടെ കവാടത്തില് ഒരു കാവൽക്കാരനെ പോലെ ഡ്രേക്ക് ഇന്നും ഉറങ്ങുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഈ സ്ഥലത്തിന് മനോഹരമായ ഈ പേര് നൽകിയത്. പോർട്ടോ ബെല്ലോ, സുന്ദരമായ തുറമുഖം എന്നാണ് അർത്ഥം. എന്നാൽ വർഷത്തിലെ ഭൂരിഭാഗം സമയവും തിരക്കില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ചൂടും ഈർപ്പവും നിറഞ്ഞ ഒരു ചെറിയ തുറമുഖ ഗ്രാമം മാത്രമായിരുന്നു പോർട്ടോ ബെല്ലോ. മലമ്പനിയും മഞ്ഞപ്പനിയും തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തെ സ്പെയിൻകാര് ഭയത്തോടെ വിളിച്ചിരുന്നത് സ്പെയിൻകാരുടെ ശവപ്പറമ്പ് ഗ്രേവിയാർഡ് ഓഫ് സ്പാനിയാർഡ്സ് എന്നായിരുന്നു. എന്നാൽ വർഷത്തിലൊരിക്കൽ ഏകദേശം 45 ദിവസങ്ങളോളം ഈ ശവപ്പറമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരമായി രൂപം മാറും. അതായിരുന്നു പ്രശസ്തമായിട്ടുള്ള പോർട്ടോബെലോ മേള. അങ്ങ് ചക്രവാളത്തിൽ സ്പെയിനിന്റെ ടിയറ ഫെർമെ ഫ്ലീറ്റിന്റെ പായകൾ തെളിഞ്ഞു വരുന്നതോടെയാണ് ഈ ഒരു അത്ഭുതത്തിന് തുടക്കമാകുന്നത്. കടലിൽ നിന്ന് കപ്പലിൽ അടുക്കുമ്പോഴേക്കും കരയിൽ മണിമുഴക്കങ്ങൾ ഉയരും. അതൊരു അറിയിപ്പായിരുന്നു. പൊട്ടോസി ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്ത ടൺ കണക്കിന് വെള്ളിയും സ്വർണവുമായിട്ട് ആയിരക്കണക്കിന് കോവർ കഴുതുകളും ലാമകളും പനാമയുടെ കാടുകൾ താണ്ടി പോർട്ടോബെലോയിലേക്ക് ആ സമയത്ത് എത്തിച്ചേരും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ചെറിയ തുറമുഖത്ത് നടക്കുന്നത് ഭ്രാന്തമായ തിരക്കാണ്. ഇപ്പോഴെത്തിച്ചേർന്ന സ്പാനിഷ് കപ്പലുകളിൽ നിന്ന് യൂറോപ്യൻ വീഞ്ഞും ഒലിവ് ഓയിലും തുണിത്തരങ്ങളും ആയുധങ്ങളും ഇറക്കി വെക്കുമ്പോഴേക്കും തിരിച്ച് കപ്പലിലേക്ക് കയറ്റാനായിട്ട് കാത്തു നിൽക്കുന്നത് തെക്കേ അമേരിക്കയുടെ സമ്പത്ത് മുഴുവനായിരുന്നു. ചരിത്രരേഖകൾ പറയുന്നത് ഈ മേളയുടെ സമയത്ത് പോർട്ടോബെലോയിലെ തെരുവുകളിൽ വെള്ളിക്കട്ടകൾ ഇഷ്ടിക പോലെ അടുക്കി വെച്ചിരുന്നു എന്നാണ്. അവയ്ക്ക് കാവൽ നിൽക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. കാരണം മോഷ്ടിക്കാൻ വരുന്നവർക്ക് അത് എടുത്തു പൊക്കാൻ സാധിക്കാത്തത്ര ഭാരവും എണ്ണത്തിൽ അത്ര അധികവുമായിരുന്നു ആ വെള്ളി ശേഖരം. അങ്ങനെ വാടകയും വിലയും ഈ പോർട്ടോബെലോയിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു 45 ദിവസങ്ങളാണ് അത്. ഒരു ചെറിയ മുറിക്ക് പോലും ആയിരക്കണക്കിന് പെസോ വാടകയാണ് കച്ചവടക്കാര് ആ സമയത്ത് നൽകേണ്ടി വരിക. വ്യാപാരികളും നാവികരും അടിമകളും പട്ടാളക്കാരും തിങ്ങി നിറഞ്ഞ ആ തെരുവുകളിൽ വിയർപ്പിന്റെയും കറൻസിയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒപ്പം അഴുക്ക് ചാലുകളുടെയും ഗന്ധം ഇടകലർന്നു നിന്നു. ലോകത്തിന്റെ 2 ഭാഗങ്ങൾ, പഴയ ലോകവും യൂറോപ്പും പുതിയ ലോകം, ഈ ലാറ്റിൻ അമേരിക്ക, അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന, സമ്പത്ത് കൈമാറ്റം ചെയ്യുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് അവിടെയുള്ളത്. എന്നാൽ അവസാനത്തെ വെള്ളിക്കട്ടയും കപ്പലിൽ കയറ്റി ടിയറ ഫെർമെ എന്ന ആ സ്പാനിഷ് ഫ്ലീറ്റ് നങ്കൂരം ഉയർത്തി പോകുന്നതോടെ ആ മായക്കാഴ്ച അവസാനിക്കും. കപ്പലുകൾ ചക്രവാളത്തിൽ മറയുന്നതോടെ പോർട്ടോബെലോ വീണ്ടും അതിന്റെ പഴയ നിശബ്ദതയിലേക്ക്, രോഗങ്ങളുടെയും ഏകാന്തതയുടെയും പിടിയിലേക്ക് മടങ്ങും.
അടുത്ത വർഷം കപ്പലുകൾ വരുന്നതും കാത്ത് ആ തുറമുഖം വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴും. പോർട്ടോബെലയിലെ മേളയിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തിയിരുന്നത് ആകാശത്തോടെ ആയിരുന്നില്ല. അത് വന്നിരുന്നത് പനാമയുടെ കൊടുങ്കാടുകളെ കീറിമുറിച്ചുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു പാതയിലൂടെയായിരുന്നു. അതിനെ അവർ കമീനോ റിയൽ അഥവാ രാജപാത എന്ന് വിളിച്ചു. പേരിൽ രാജകീയതയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു നരകപാതയായിരുന്നു. പനാമ സിറ്റിയിൽ നിന്ന്, അതായത് ആ പസഫിക് സൈഡിൽ നിന്നും പോർട്ടോബെലയിലേക്ക്, അതായത് അറ്റ്ലാന്റിക് സൈഡിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ദൂരം വരും. പക്ഷേ ആ ദൂരം താണ്ടാനായിട്ട് വേണ്ടി വരുന്നത് ദിവസങ്ങളോളം നീളുന്ന കഠിനമായ അധ്വാനമാണ്. കൊടും ചൂടും ഇടമുറിയാത്ത മഴയും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ കൊടുങ്കാട്. അതിലൂടെയാണ് ആയിരക്കണക്കിന് കോവർ കഴുതകളുടെ നീണ്ട നിര ഓരോന്നിന്റെയും പുറത്ത് 100 കണക്കിന് കിലോ ഭാരമുള്ള വെള്ളിക്കട്ടകളും പേറി സാവധാനം നീങ്ങിയിരുന്നത്. അവിടുത്തെ ചെളിയിൽ പുതഞ്ഞു പോകുന്ന മൃഗങ്ങളുടെ ദയനീയമായിട്ടുള്ള കരച്ചിലുകളും ചാട്ടവാർ അടിയുടെ ശബ്ദങ്ങളും കാവൽക്കാരുടെ ആക്രോശങ്ങളും ആ കാടുകളിൽ മുഴങ്ങും. ഓരോ വളവുകളിലും മരണം പതിയിരിപ്പുണ്ടായിരുന്നു. വിഷപ്പാമ്പുകളും മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകളും മാത്രമല്ല, അതിലും വലിയൊരു അപകടം അവിടെ പലപ്പോഴും കാത്തിരിപ്പുണ്ടാവും: ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാർ. ഈ കാടിന്റെ നിശബ്ദതയിൽ അവർ ഒളിച്ചിരുന്ന് സ്വർണവുമായിട്ട് വരുന്ന കോവർ കഴുതക്കൂട്ടങ്ങളെ മിന്നലാക്രമണം നടത്തി കൊള്ളയടിക്കും. എന്നിട്ടും ആ യാത്ര ഒരിക്കലും മുടങ്ങിയിരുന്നില്ല. കാരണം ആ വെള്ളിശേഖരം പോർട്ടോബെലയിൽ എത്തിയെങ്കിൽ മാത്രമേ സ്പെയിനിന്റെ ഹൃദയതാളം ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. കാടിന്റെ ഇരുട്ടിലൂടെ, ചെളിയിലൂടെ, രക്തത്തിലൂടെ നടന്ന് ഒടുവിൽ ദൂരെ പോർട്ടോബെലോ തുറമുഖം കാണുമ്പോഴേക്കും ആ കോവർ കഴുതകളുടെ കഴുത്തിലെ മണികൾ മുഴങ്ങുന്നത് ഒരു വിജയവേരി പോലെയായിരുന്നു. ഇങ്ങനെ ഈ സാൻ ഹോസെ കപ്പലിലേക്ക് കയറ്റുവാൻ പോകുന്ന നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ വെള്ളി എവിടെ നിന്നാണ് വരുന്നത് എന്നുകൂടി ഓർക്കണം. മേഘങ്ങൾക്ക് മുകളിൽ ബൊളീവിയയിലെ ആൻഡീസ് പർവ്വതനിരകളുടെ വിജനമായ ഒരു കോണില് ചുവന്ന നിറമുള്ള ഒരു വലിയ മലയുണ്ട്. ചരിത്രം അതിനെ വിളിച്ചത് സെറോ റിക്കോ അഥവാ സമ്പന്നമായ പർവ്വതം എന്നായിരുന്നു. എന്നാൽ അവിടെ പണിയെടുത്തിരുന്ന തദ്ദേശീയരായ മനുഷ്യർ അതിന് മറ്റൊരു പേര് നൽകി: ഭൂമിയിലെ നരകവാതിൽ, ദ മൗത്ത് ഓഫ് ഹെൽ. 16-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ സമ്പത്തിന്റെ കേന്ദ്രമായിരുന്നു പൊട്ടോസി. ഒരു കാലത്ത് ലോകത്തിലെ മൊത്തം വെള്ളി ശേഖരത്തിന്റെ 60% കുഴിച്ചെടുത്തിരുന്നത് ഈ ഒരൊറ്റ മലയിൽ നിന്നായിരുന്നു. സ്പെയിനിലെ തെരുവുകൾ ഇവിടെ നിന്നും കിട്ടുന്ന വെള്ളി കൊണ്ട് മാത്രം പാകിയെടുക്കാം എന്ന് പോലും അന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ഒരു പൊട്ടോസിയോളം വിലമതിക്കുന്നത്, അഥവാ വലയുൻ പൊട്ടോസി എന്നത് വിലമതിക്കാനാവാത്ത ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലായി പോലും അക്കാലത്ത് മാറി. പക്ഷേ ആ സമ്പത്തിന് രക്തത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. സ്പാനിഷ് സാമ്രാജ്യം നടപ്പിലാക്കിയ മിത എന്ന നിർബന്ധിത തൊഴിൽ സമ്പ്രദായമായിരുന്നു പൊട്ടോസിയുടെ ഇന്ധനം. ഇൻക ഭാഷയായിട്ടുള്ള കെച്ചുവയിൽ ഇതിന്റെ അർത്ഥം ഊഴം എന്നാണ്. ഓരോരുത്തരും അവരവരുടെ ഊഴമനുസരിച്ച് പണിയെടുക്കണം എന്നതായിരുന്നു ഇതിന്റെ തത്വം. 18-നും 50-നും ഇടയിൽ പ്രായമുള്ള ആയിരക്കണക്കിന് തദ്ദേശീയരായിട്ടുള്ള യുവാക്കളെയും ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെയും ചങ്ങലക്കിട്ട് അവർ ഈ മലയുടെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടു. ഒന്ന് സങ്കല്പിക്കുക, സമുദ്രനിരപ്പിൽ നിന്നും 4824 മീറ്റർ ഉയരത്തിൽ ഓക്സിജൻ പോലും കിട്ടാൻ പ്രയാസമുള്ള ഒരിടം. അവിടെ മെഴുകുതിരി വെളിച്ചത്തിൽ ആഴ്ചകളോളം പുറം ലോകം കാണാതെ ഇടുങ്ങിയ തുരങ്കങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരെ, ശ്വാസം മുട്ടിക്കുന്ന ചൂട്, പാറകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക, അതിനേക്കാൾ ഭീകരമായി വെള്ളി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന മെർക്കുറിയുടെ വിഷാംശം. ആ മലയുടെ ഉള്ളിൽ ഇറങ്ങിയാൽ പിന്നെ ജീവനോടെ തിരികെ കയറുമെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും തുരങ്കങ്ങൾ ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ വിഷവാതകം ശ്വസിച്ച് അവരവിടെ തന്നെ മരിച്ചു വീഴും. ചരിത്രരേഖകൾ പറയുന്നത് 3 നൂറ്റാണ്ടുകൾക്കിടയിൽ ഏകദേശം 8 ദശലക്ഷത്തോളം മനുഷ്യരുടെ ജീവനാണ് പൊട്ടോസി എന്ന് പറഞ്ഞ ആ ഒരു മല വിഴുങ്ങിയത് എന്നാണ്. ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഇത്രയധികം മനുഷ്യർ ഒരുമിച്ച് മരിച്ചു വീണ മറ്റൊരു തൊഴിലിടം ഉണ്ടാവാൻ വേറെ വഴിയില്ല. ഇന്നും ആ മല അവിടെയുണ്ട്. ഉള്ളു തുറന്ന് മാറ്റിയത് കൊണ്ട് തന്നെ ഒരു വലിയ അരിപ്പ പോലെ ഓട്ട വീണ അവസ്ഥയിൽ. ഇന്നിവിടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പട്ടണങ്ങളിൽ ഒന്നാണ്. ഇന്നേ വരെ ഏതാണ്ട് 60,000 ടൺ വെള്ളിയാണ് ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുള്ളത്. സാൻ ഹോസെ കപ്പലിൽ ഉണ്ടായിരുന്ന ഓരോ വെള്ളി നാണയവും തിളങ്ങുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിലും രക്തത്തിലും കുളിച്ചാണ് എന്നോർക്കുമ്പോഴാണ് ആ നിധിയുടെ യഥാർത്ഥ ഭാരം നമുക്ക് മനസ്സിലാവുക. ആൻഡീസ് പർവ്വതനിരകളുടെ ദുർഘടമായിട്ടുള്ള പാതകളിലൂടെ വെള്ളി ചുമക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ലാമകളെയായിരുന്നു. തെക്കേ അമേരിക്കക്കാർ യാമ എന്ന് വിളിക്കുന്ന ഒട്ടകത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള ഈ മൃഗങ്ങൾക്ക് മാത്രമേ ആ കുന്നുകൾ കയറാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ കുഴിച്ചെടുത്ത വെള്ളികളെല്ലാം മൃഗങ്ങളുടെ പുറത്തേറ്റി കാട്ടിലൂടെ പോർട്ടോബെലയിൽ എത്തിക്കുമ്പോഴാണ് പോർട്ടോബെല മേള ആരംഭിക്കുക. മേള നടക്കുന്ന സമയത്ത് പോർട്ടോബെലയേക്കാൾ വലിയൊരു ലക്ഷ്യം കടൽ കൊള്ളക്കാർക്ക്, ഇംഗ്ലീഷ് കടൽ കൊള്ളക്കാർക്ക് സ്വാഭാവികമായും സ്പാനിഷ് അമേരിക്കയിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിനി പ്രധാന കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ പുറംകടലിൽ ഇംഗ്ലീഷ് സാന്നിധ്യമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അപകട സന്ദേശവുമായിട്ട് കാർട്ടഹേന ഗവർണർ ജനറൽ സുന്നിഗയുടെ ഒരു സന്ദേശവുമായിട്ട് പെട്രോ ഡെ ഫിവൻഡസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു സ്ലൂപ്പിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് ഈ പോർട്ടോബെലോ തുറമുഖത്തേക്ക് വരുന്നുണ്ട്. ആ തുറമുഖത്ത് തിങ്ങി നിറഞ്ഞ ഗാലിയൻസ് കപ്പലുകൾ ഇതിന്റെ ഇടയിലൂടെ നീങ്ങിയിട്ട് ടീറ ഫെർമെ കപ്പൽ വ്യൂഹത്തിന്റെ കൂറ്റൻ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള സാൻ ഹോസയുടെ അരികിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നു. ഈ ഫിവൻഡസിനെ, സന്ദേശവും കൊണ്ടുവന്ന ഈ ഫിവൻഡസിനെ നാവികര് സാൻ ഹോസയിലേക്ക് കയറ്റി ക്യാപ്റ്റൻ ജനറൽ കൗണ്ട് ഓഫ് കാസ അലഗ്രയുടെ അടുക്കിലേക്ക് എന്നിട്ട് കൊണ്ടുപോയി.
സുന്നിക കൊടുത്തുവിട്ട ആ സന്ദേശം, പിന്നെ ഗൾഫ് ഓഫ് ഡാരിയനിൽ ഇവർ കണ്ട കപ്പലുകളെ കുറിച്ചുള്ള റിപ്പോർട്ട്, ഇതൊക്കെ ഫിവൻഡസ് അലഗ്രയ്ക്ക് കൈമാറുകയും ചെയ്തു. കപ്പലിന്റെ പിൻഭാഗത്തായിരുന്നു കാസ അലഗ്രയുടെ അലങ്കരിച്ച മുറികൾ. കപ്പൽ വ്യൂഹത്തിന്റെ ക്യാപ്റ്റൻ ജനറൽ എന്ന നിലയിൽ പെറുവിലെ സ്പാനിഷ് വൈസ്രോയ്ക്ക് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് കപ്പൽ വ്യൂഹത്തിന്റെ തലവനായിട്ട് മാത്രമല്ല, രാജാവിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ്. ഫിവൻഡസ് നോക്കി നിൽക്കെ ഫ്രഞ്ചുകാരന്റെ മുന്നറിയിപ്പ് വായിക്കുമ്പോഴേക്കും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കൗണ്ട് ഓഫ് കാസ അലേഗ്ര നേരിട്ടത്. നൂറ്റാണ്ടുകളായിട്ട് സ്പെയിന് അല്ലെങ്കിൽ സ്പാനിഷ് കപ്പലുകൾ ചെയ്യുന്ന പണി പോർട്ടോബലയിൽ നിന്ന് കാർട്ടഹനയിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഹവാനയിലേക്ക്, പിന്നെ മെക്സിക്കോയിലെ ന്യൂ സ്പെയിൻ കപ്പൽ വ്യൂഹത്തോട് ചേർന്നിട്ട് ഫ്രഞ്ച് സഖ്യകക്ഷിയായിട്ടുള്ള ഡ്യൂക്കാസിന്റെ സംരക്ഷണയിൽ അറ്റ്ലാന്റിക് കടന്ന് സ്പെയിനിലെ കാഡിസിലേക്ക് പോവുക. ഇതാണ് ശരിക്കും ചെയ്യുന്നത് എപ്പോഴും. അത് തന്നെ ചെയ്യാനാണ് പദ്ധതി. പോർട്ടോബലേക്കും കാർട്ടഹേനയ്ക്കും ഇടയിൽ ഇംഗ്ലീഷ് കപ്പലുകൾ പതിയിരിപ്പുണ്ട് എന്ന ഈ വാർത്തയോട്, ഈ ന്യൂസിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തതയില്ലായിരുന്നു. കാർട്ടഹേനയിലേക്ക് കപ്പൽ ഓടിച്ച് ഇംഗ്ലീഷുകാരെ വെട്ടിച്ച് കിടക്കുവാൻ ശ്രമിക്കുന്നത് അപകടമാണ്. എന്നാൽ രോഗം പിടിച്ച ഈ ചതുപ്പിൽ കാത്തു കിടക്കുന്നത് അതിനേക്കാൾ ഭീകരവുമാണ്. ഇനി ഇവിടെ കാത്തു നിൽക്കാമെന്ന് വെച്ചാൽ അതും എത്ര നാള്? കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കരീബിയൻ കടലിൽ ചുഴലിക്കാറ്റുകൾ വീശാൻ തുടങ്ങും. കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ കടൽക്കൊള്ളക്കാരെക്കാൾ കൂടുതൽ കപ്പലുകളെയും മനുഷ്യരെയും നിധികളെയും നശിപ്പിച്ചത് ഇവിടുത്തെ കൊടുങ്കാറ്റുകളാണ്. അങ്ങ് ദൂരെ സ്പെയിനിൽ ഈ വരാൻ പോകുന്ന നിധിക്കായിട്ട് കാത്തിരിക്കുന്ന, അക്ഷമനായിട്ട് കാത്തിരിക്കുന്ന രാജാവ്, അദ്ദേഹത്തുള്ള കടമ, തന്റെ സ്വന്തം വിധി, ഇതൊക്കെ കാസ അലാഗ്ര ശരിക്കൊന്ന് ആലോചിച്ചു. 71 വയസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രായത്തിൽ മരണം എപ്പോഴും കൂടെ തന്നെയുണ്ട്. പക്ഷേ ഈ പോർട്ടോ ബെലോയിൽ പരമാധികാരം ഉണ്ടായിരുന്നിട്ടും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനായിട്ട് ഈ കാസ അലഗ്രയ്ക്ക് തോന്നിയില്ല. മിക്ക കാര്യങ്ങളിൽ എന്ന പോലെ അദ്ദേഹം കപ്പൽ വ്യൂഹത്തിന്റെ രണ്ടാമനായിട്ടുള്ള അഡ്മിറൽ അഗസ്റ്റിൻ ഡെ വിയുനുവേവയുടെ ഉപദേശം തേടി. സാൻ ഹോസയുടെ കൂടെ തന്നെ പണിതിറക്കിയ സാൻ ഹുവാക്കിൻ എന്ന ഗാലിയന്റെ കമാൻഡറായിരുന്നു 61 വയസ്സുള്ള അഡ്മിറൽ വിയുനുവേവ. ഈ പറഞ്ഞ കാസ അലഗ്രയുടെ മേളില് ഈ വിയുനുവേവയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. 15-ാം വയസ്സിൽ സൈനികനായിട്ട് തുടങ്ങിയ അദ്ദേഹം രാജകീയ സേവനങ്ങളിലൂടെ പടിപടിയായിട്ട് ഉയർന്നു വന്നതാണ്. ഇംഗ്ലീഷ് ഭീഷണിയെ എങ്ങനെ നേരിടണമെന്ന് ഈ വിയുനുവേവയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ കാസ അലേഗ്രെ എല്ലാ കാര്യങ്ങളും ഈ വിയുനുവേവയോട് ചോദിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോഴിങ്ങോട്ട് സന്ദേശവുമായിട്ട് വന്ന ഫിവൻഡസിന്റെ റിപ്പോർട്ട് കേട്ടിട്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ അഡ്മിറൽ വിയുനുവേവ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. നിധി തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കൊള്ളക്കാർ കാത്തിരിക്കുന്നു എന്നത് പുതിയ വാർത്തയാണോ? ആക്രമണ ഭീഷണി എപ്പോഴും ഉള്ളതാണ്. എന്നിട്ടും കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ മിക്ക സ്പാനിഷ് നിധികളും സുരക്ഷിതമായിട്ട് തന്നെ സ്പെയിനിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല 4 കപ്പലുകൾ മാത്രമുള്ള ഇംഗ്ലീഷ് സംഘത്തെ ഭയപ്പെടേണ്ട കാര്യം 17 കപ്പലുകളുള്ള ഈ സ്പാനിഷ് കപ്പൽ വ്യൂഹത്തിനില്ല. നമ്മൾ യാത്ര വൈകിപ്പിച്ചാൽ ഇംഗ്ലീഷ് ഫീൽഡിലേക്ക് കൂടുതൽ കപ്പലുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് യഥാർത്ഥ അപകടം. അഡ്മിറലിന്റെ ഈ വാക്കുകൾ നമ്മുടെ ഈ കാസ അലഗ്രയ്ക്ക് സ്വല്പം ആശ്വാസം തോന്നി അത് കേട്ടിട്ട്. എങ്കിലും തീരുമാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്ങളുടെ രണ്ടുപേരുടെയും ചുമലിൽ മാത്രം വരാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു യുദ്ധസമിതിയെ വിളിച്ചുകൂട്ടി. ഇത്തരം സ്പാനിഷ് വാർ കൗൺസിലിനെ ഹുന്ത എന്നാണ് വിളിക്കുന്നത്. നാവിക സിവിൽ ഉദ്യോഗസ്ഥരെല്ലാവരും ഒരിടത്ത് ഒന്നിച്ചുകൂടി. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാസ അലഗ്ര സുന്നികയുടെ കത്തും ഫ്രഞ്ചുകാരന്റെ റിപ്പോർട്ടും അവർക്ക് മുന്നിൽ വിശദമായിട്ട് വായിച്ച് കേൾപ്പിച്ചു. ഇതേ സമയം പോർട്ടോ ബെലോയിലെ തെരുവുകളിൽ മേള നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ കച്ചവടം നടക്കുന്നത്. നിയമമനുസരിച്ചിട്ട് നിധിയുടെ പകുതി ഇപ്പോൾ വന്നിരിക്കുന്ന ഷിപ്പുകളിൽ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള സാൻ ഹൊസയിലേക്കും ബാക്കി പകുതി വൈസ് ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള സാൻ ഹുവാക്കിനിലേക്കും കയറ്റും. മുത്തുകളും മരതകങ്ങളും ആഭരണങ്ങളും അതിലുണ്ടാവും. ഈ സാൻ ഹോസയിൽ ഉണ്ടായിരുന്ന സമ്പത്തിന്റെ കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്തുക അസാധ്യമാണ്. കാരണം ഔദ്യോഗിക രേഖകളിൽ പെടാത്ത വൻതോതിലുള്ള കള്ളക്കടത്ത് സ്വർണം കൂടി അതിലുണ്ടായിരുന്നു. 11 ദശലക്ഷം പെസോ മൂല്യമുള്ള ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് അഡ്മിറൽ വിയുനുവേവ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ വിപണിയിൽ ഇതിന്റെ മൂല്യം കോടിക്കണക്കിന് ഡോളർ വരും. ഇതെല്ലാം ഇപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ കൈകളിൽ അകപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത്. ഹുന്തയിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ചിലർ കാർട്ടഹേന ഒഴിവാക്കിയിട്ട് നേരിട്ട് ഹവാനയിലേക്ക് പോകാമെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ ഈ സാൻ ഹോസയ്ക്ക് കുറച്ച് കേടുപാടുകളുണ്ട്. അത് കാർട്ടഹേനയിൽ പോയാൽ മാത്രമേ നന്നാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. മറ്റു ചിലർ ശൈത്യകാലം കഴിയുന്നത് വരെയും അവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. എന്നാൽ രാജാവിന്റെ ഉത്തരവ് പ്രകാരം ഇനിയും ഇവിടെ കാത്തിരിക്കാൻ സാധ്യമല്ല. ഈ കപ്പൽ വ്യൂഹത്തിൽ ഫിസ്കാൽ എന്ന സ്ഥാനപ്പേരുള്ള ഫ്രാൻസിസ്കോ ദെ മെദീന എന്നൊരാൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്പാനിഷ് സാമ്രാജ്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. രാജാവിന്റെ താല്പര്യങ്ങൾ ഈ ഒരു യാത്രയിൽ സംരക്ഷിക്കുന്ന പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ന്യായാധിപൻ, ജഡ്ജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാജാവിന്റെ വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കപ്പലിൽ കയറ്റുന്ന ഓരോ സ്വർണ്ണ നാണയത്തിനും വെള്ളിക്കട്ടയ്ക്കും കണക്ക് സൂക്ഷിക്കേണ്ടത് ഇദ്ദേഹമായിരുന്നു. പക്ഷേ ഈ മെദീനയ്ക്ക് സ്വന്തമായിട്ട് മറ്റൊരു അജണ്ട ഉണ്ടായിരുന്നു. പോർട്ടോ ബെലോ മേളയിൽ വെച്ച് വ്യാപാരികളെ ഭീഷണിപ്പെടുത്തിയും കൈക്കൂലി വാങ്ങിയും അദ്ദേഹം വലിയൊരു സമ്പത്തുണ്ടാക്കി. നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട ന്യായാധിപൻ തന്നെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയ ഒരു സന്ദർഭം. അതുകൊണ്ട് തന്നെ കപ്പലുകളും നിധിയും സംരക്ഷിക്കുന്നതിലായിരുന്നു അയാൾക്ക് താല്പര്യം. ഒരു സ്ലൂപ്പിനെ മുൻകൂട്ടി അയച്ചിട്ട് ഈ വഴിയിൽ
ഇംഗ്ലീഷ് കപ്പലുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു അയാളുടെ നിർദ്ദേശം. ഡാരിയൻ ഉൾക്കടലിൽ കണ്ട അവ്യക്തമായിട്ടുള്ള ആ രൂപങ്ങളെക്കുറിച്ച് അവർക്ക് ശരിക്കും ആശങ്കയുണ്ടായിരുന്നു. ഇങ്ങനെ മുമ്പേ ഒരു കപ്പൽ അയച്ചിട്ട് അവരുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു നിർദ്ദേശം കാസ അലഗ്ര, ഇതിന്റെ ഈ ക്യാപ്റ്റൻ ജനറൽ, അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്ലൂപ്പ് അവിടെ ഒന്നും പോയില്ല. ഇതിനിടയിൽ കാർട്ടഹേനയിൽ നിന്ന് വന്ന 2 ഫ്രഞ്ച് കപ്പലുകൾ കൂടുതൽ മോശം വാർത്തകളാണ് കൊണ്ടുവന്നത്. ജമൈക്കയ്ക്കും ഡാരിയൻ ഉൾക്കടലിനും ഇടയിൽ ഇംഗ്ലീഷ് കപ്പലുകളെ അവർ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ടതോടെ കാസ അലഗ്ര രണ്ടാമതും ഹുണ്ട വിളിച്ചുകൂട്ടി. ഇപ്രാവശ്യം സ്ലൂപ്പിനെ അയക്കണമോ എന്ന കാര്യത്തിൽ വോട്ടെടുപ്പ് നടത്തി. ഇത്തവണ വീരവേവ ഇതിനോട് വിയോജിച്ചു. എത്രയും വേഗം പുറപ്പെട്ടാൽ കാർട്ടഹേനയിൽ എത്താനുള്ള സാധ്യത കൂടുമെന്നും സ്കൗട്ടിനെ അയക്കുന്നത് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും അദ്ദേഹം വാദിച്ചു. വെറും 4 ഇംഗ്ലീഷ് കപ്പലുകൾക്ക് സ്പാനിഷ് അർമഡയെ തടയാനാവില്ല, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആ ഒരു വാർ കൗൺസിലിൽ ഈ വീരവേവയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്യാപ്റ്റൻ ജനറൽ കാസ അലഗ്ര ഈ വീരവേവയ്ക്ക് നല്ല അനുഭവസമൂഹത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇത് മുമ്പ് പറഞ്ഞ ഈ ഫിസ്കാൽ എന്ന സ്ഥാനപ്പേരുള്ള ഫ്രാൻസിസ്കോ മെദീനയെ, ആ ജഡ്ജിയെ ചൊടിപ്പിച്ചു. കപ്പലുകൾ പിടിക്കപ്പെട്ടാൽ അത് സ്പാനിഷ് രാജവാഴ്ചയുടെ തകർച്ചയ്ക്ക് വരെയും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മറ്റ് ക്യാപ്റ്റന്മാരും അയാൾ പറഞ്ഞത് ശരിവെച്ചു. പക്ഷേ വീനുവേവയും ഈ ക്യാപ്റ്റൻ ജനറൽ കാസ അലഗ്രയും തങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കടൽ വിശാലമാണ്, വഴികൾ പലതാണ്. ഇതായിരുന്നു വീനുവേവയുടെ അഭിപ്രായം. അങ്ങനെ മുൻകൂട്ടി ഒരു സ്ലൂപ്പിനെ അയക്കാതെ മെയ് 28-ന് പുറപ്പെടാൻ തന്നെ നമ്മുടെ ഈ കാസ അലഗ്ര തീരുമാനമെടുത്തു. യുദ്ധമുണ്ടായാൽ നേടാനുള്ള പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. ഒരുപക്ഷെ ഇംഗ്ലീഷ് കപ്പലുകൾക്ക് കൂടുതൽ പീരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ കപ്പലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയത്. സാൻ ഹോസെ വെറും ഒരു ചരക്ക് കപ്പലായിരുന്നില്ല. അത് സ്പാനിഷ് നാവികസേനയുടെ അഭിമാനവും ഫ്ലീറ്റിന്റെ കപ്പിത്താന അഥവാ ഫ്ലാഗ്ഷിപ്പുമായിരുന്നു. 1698-ലാണ് സാൻ ഹോസെയും അതിന്റെ സിസ്റ്റർ ഷിപ്പായിട്ടുള്ള സാൻ ഹുവാക്കിനും, അത് രണ്ടും ഇപ്പോൾ ഇവിടെയുണ്ട്, ഇത് രണ്ടും നിർമ്മിക്കപ്പെട്ടത്. പ്രശസ്ത കപ്പൽ നിർമ്മാതാവായിട്ടുള്ള പെത്രോ ദെ അരോസ്തഗിയാണ് ഇത് നിർമ്മിച്ചത്. കപ്പലിന്റെ ഡിസൈൻ തയ്യാറാക്കിയത് ഫ്രാൻസിസ്കോ ആന്റോണിയോ ഗരോട്ട് എന്ന പ്രശസ്തനായിട്ടുള്ള നേവൽ ആർക്കിടെക്റ്റ് ആയിരുന്നു. 130 അടി നീളമുള്ള സാൻ ഹോസയിൽ 64 പീരങ്കികളാണ് ഉണ്ടായിരുന്നത്. ഇതിന് താഴെ നിന്ന് മുകളിലേക്ക് 3 ഡെക്കുകൾ വീതം ഉണ്ടായിരുന്നു. ഓക്ക്, പൈൻ തുടങ്ങിയ മരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ചട്ടക്കൂട് നിർമ്മിച്ചത്. കപ്പലിന്റെ പിൻഭാഗം വലിയ കൊത്തുപണികളൊക്കെ വെച്ചിട്ട് സ്വർണ്ണം കൊണ്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. സാൻ ഹോസയെ സംരക്ഷിക്കുവാനായിട്ട് സെയിന്റ് ജോസഫിന്റെ ഒരു രൂപവും കപ്പലിൽ സ്ഥാപിച്ചിരുന്നു. എന്നിരുന്നാലും 1708 കപ്പൽ യാത്ര തിരിക്കുമ്പോഴേക്കും വൻ തോതിലുള്ള ചരക്ക്, അതായത് വലിയ കാര്യമായിട്ട് ചരക്കുകൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. പിന്നെ യാത്രക്കാര്, ഇതെല്ലാം കാരണം കപ്പലിന്റെ പ്രതിരോധ ശേഷി തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പീരങ്കികൾ നേരെ ചൊവ്വെ ഉപയോഗിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ചരക്കുകൾ കപ്പലിന്റെ ഡെക്കുകളിൽ നിറച്ചതാണ് പ്രധാന കാരണം. ഈ കപ്പൽ വ്യൂഹത്തിലെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള സാൻ ഹോസെ, പിന്നെ 64 പീരങ്കികൾ തന്നെയുള്ള സാൻ ഹുവാക്കിൻ, കൂടാതെ 44 പീരങ്കിലുള്ള സാന്താ ക്രൂസ്, ഈ 3 കപ്പലുകൾ മാത്രമാണ് 17 ഷിപ്സ് ഉള്ള ഈ ഒരു ഫ്ലീറ്റിലെ യുദ്ധക്കപ്പലുകൾ. ബാക്കിയുള്ള 14 കപ്പലുകളും ചെറിയ ചെറിയ കപ്പലുകൾ, കച്ചവട കപ്പലുകൾ മാത്രമായിരുന്നു. ഇവയിൽ കുറച്ച് പീരങ്കികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവയുടെ പ്രധാന ലക്ഷ്യം ചരക്കുകൾ വഹിക്കുക, കൊണ്ടുപോകുക എന്നത് മാത്രമാണ്, അല്ലാതെ യുദ്ധം ചെയ്യാൻ ഇവയ്ക്ക് ശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1708 മെയ് 28-ന് രാവിലെ ശാന്തമായ ഒരു സമയത്ത് കപ്പലുകൾ പുറപ്പെടുവാൻ തയ്യാറായി. തന്റെ ബോട്ടിൽ കപ്പലുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് കാസ അലഗ്രെ അവസാന ചെക്കിങ്ങുകളൊക്കെ നടത്തി. ഇതിനിടെ ഒരു ചരക്ക് കപ്പലിന്റെ ക്യാപ്റ്റൻ തനിക്ക് വെടിക്കോപ്പുകൾ കുറവാണെന്നും പകുതി സൈനികരെ രോഗികളാണെന്നും ഒക്കെ അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. കാസ അലഗ്രെ അത് അവഗണിച്ചിട്ട് പുറപ്പെടുവാനായിട്ട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ കപ്പലുകൾ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് നീങ്ങി. ആഴ്ചകളോളം പോർട്ടോ ബെലയിൽ കഴിഞ്ഞ നാവികർക്ക് പുറംകടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആശ്വാസമായി. എന്നാൽ ഭയം അവരെ വിട്ടുമാറിയിരുന്നില്ല. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ആ 2 ഗാലിയൻസും, അതായത് സാൻ ഹോസയും സാൻ ഹുവാക്കിനും തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. മുന്നോട്ട് കുതിച്ചു ചാടുവാൻ നിൽക്കുന്ന കാളകളെ പോലെ തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരമായിട്ടുള്ള 2 കപ്പലുകളായിരുന്നു അത്. അവയെ ഓരോന്നിലും 3 കൊടിമരങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. കിഴക്കൻ യൂറോപ്പിലെ കാടുകളിൽ നിന്ന് വെട്ടിയെടുത്ത പൈൻ മരങ്ങൾ കൊണ്ടാണ് അവ നിർമ്മിച്ചത്. ആഡംബരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അവസാന വാക്ക്. എന്നാൽ കപ്പലിനകത്തെ കാഴ്ച മറ്റൊന്നായിരുന്നു. ഏകദേശം 600-ലധികം മനുഷ്യര്, നാവികര്, പട്ടാളക്കാര്, വ്യാപാരികള്, അടിമകള്, ഉദ്യോഗസ്ഥര് ആ കപ്പലിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതൊരു ചെറിയ നഗരം പോലെയായിരുന്നു. ക്യാപ്റ്റൻ ജനറൽ കൗണ്ട് ഓഫ് കാസ അലഗ്ര, അദ്ദേഹത്തെ പോലുള്ള വലിയ ആളുകൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് റൂംസ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവര് കപ്പലിന്റെ താഴെയുള്ള ഡെക്കുകളിൽ എലികൾക്കും പാറ്റകൾക്കും ഒപ്പമാണ് തിങ്ങിപ്പാർത്തത്. വെളിച്ചം കടക്കാത്ത, വായു സഞ്ചാരമില്ലാത്ത ആ മുറികളിൽ 100 കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെയും പഴകിയ ഭക്ഷണത്തിന്റെയും മനുഷ്യ വിസർജ്യത്തിന്റെയും രൂക്ഷഗന്ധം തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. സത്യത്തില് അതൊരു ശവക്കല്ലറ പോലെയായിരുന്നു. പോർട്ടോ ബെലയിൽ നിന്ന് പുറപ്പെട്ടതിന്റെ പിറ്റേന്ന്, അതായത് മെയ് 29-ന് പുലർച്ചെ, ഈ 2ാമത്തെ വൈസ് ഫ്ലാഗ്ഷിപ്പിലെ ഒരു നിരീക്ഷകൻ ദൂരെ 2 ചെറിയ കപ്പലുകളെ കണ്ടു.
പക്ഷേ അവ അതിവേഗത്തിൽ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. അതൊരു അപായ സൂചനയായിരുന്നു. ഒരു പക്ഷേ ഇംഗ്ലീഷ് ചാരന്മാരാവാം അത്, അവർ സ്കൗട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളുകളാവാം അത്, ആ കപ്പലുകളാവാം അത്. പക്ഷേ അഡ്മിറൽ വിയുനവേവ അത് കാര്യമാക്കിയില്ല. പേടിക്കാനൊന്നുമില്ല, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ആ അഹങ്കാരത്തിന് പക്ഷെ പിന്നീട് വലിയ വില നൽകേണ്ടി വരുമെന്ന് അപ്പോൾ ആരും ഓർത്തു കാണില്ല. നമുക്കിനി രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നിധി കിട്ടിയിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്നതിന് കുറച്ച് ഭാഗമെങ്കിലും ഇപ്പോൾ മാറ്റിവെക്കാൻ എല്ലാവരും തയ്യാറാവണം. അത്തരത്തിൽ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടാതെ നികുതി ഇളവോടുകൂടി എന്നാൽ ബാങ്കുകളിൽ കിട്ടുന്നതിനേക്കാൾ റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ബജാജ് ലൈഫ് നൽകുന്ന അവസരം പരിഗണിക്കാവുന്നതാണ്. ഫെബ്രുവരി 15 വരെയാണ് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 10 ദിവസങ്ങൾ കൂടി. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.